ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, നിവർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മുട്ടുകുത്താൻ മനസ്സാകണം. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു നീൽ ബിഫോർ ദ ലോർഡ് യു വിൽ സ്റ്റാൻഡ് ബിഫോർ ദ പീപ്പിൾ വിത്ത് ഡിഗ്നിറ്റി. കർത്താവിൻ്റെ മുമ്പിൽ, സക്രാരിയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു വൈദികനാകട്ടെ, ഒരു ക്രിസ്ത്യാനിയാകട്ടെ, ജനത്തിൻ്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ അവർക്ക് സാധിക്കും. അതാണ് ആ ഒരു ചൊല്ലിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം. ഒരു വയോധികൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരു പ്രായമൊക്കെ ആയി, അതിൻ്റേതായിട്ടുള്ള വേദനകൾ, പ്രയാസങ്ങൾ, മുട്ടുകുത്താൻ ഇച്ചിരി വേദന, നേരത്തെ ഒത്തിരി മുട്ടുകുത്തിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ വേദനയുണ്ടെന്ന് എൻ്റെ മക്കൾക്കും അറിയായിരുന്നു, ഇനി ഞാൻ ആ വേദന സഹിച്ച് അങ്ങ് മുട്ടുകുത്തി. എനിക്ക് കുറച്ച് നേരമൊക്കെ ആ വേദന സഹിച്ച് മുട്ടുകുത്താമെങ്കിൽ മുട്ടുകുത്താമായിരുന്നു, അത് ഞാൻ ചെയ്തു. അതുകൊണ്ടുണ്ടായ ഒരു നേട്ടം, എൻ്റെ മക്കളും എന്നോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വേദനയുടെ പേരും പറഞ്ഞ് ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത, ഒരു പ്രചോദനം അവർക്കുണ്ടാകില്ലായിരുന്നു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകുന്നവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിലാണെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിലാണെങ്കിലും നട്ടെല്ല് നിവർത്തി നിൽക്കാൻ അവർക്ക് സാധിക്കും എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ നമുക്കൊന്ന് വചന വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ഒരു വളഞ്ഞ ഇരുമ്പ് വടി പോലെയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇത് വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു മിഷണറി സഭയിൽ ചേരാനും നൊവിഷ്യേറ്റിലൂടെ കടന്നു പോകാനുമൊക്കെ സന്നദ്ധനായതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം ഒരു വളഞ്ഞ ഇരുമ്പ് വടി പോലെയാണ്. അത് നിവർത്തണമെങ്കിൽ ചുറ്റിക വേണം. നമുക്കറിയാമല്ലോ, ഇരുമ്പ് വടി നിവർത്താൻ നമ്മൾ കൈകൊണ്ട് പിടിച്ചമർത്തിയാൽ നിവർത്തില്ല, ചുറ്റിക വേണം അടിച്ച് നിവർത്താൻ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ടെത്തിയ ഒരു ചുറ്റിക എന്ന് പറയുന്നത് പ്രാർത്ഥനയും പരിത്യാഗവും. പ്രാർത്ഥനയും പരിത്യാഗവുമാകുന്ന ചുറ്റിക ഉപയോഗിച്ചാലേ ഈ വളഞ്ഞ ഇരുമ്പ് വടി നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മളെല്ലാം ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനും കുറച്ച് പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാനും സന്നദ്ധരാകുന്നെങ്കിൽ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? നമ്മുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ആത്മീയ തലത്തിൽ നമുക്ക് അല്പം കൂടി വളരാനും ഉയർന്നു നിൽക്കാനും സമൂഹത്തിൻ്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. വിശുദ്ധ പാദ്രെ പിയോ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ച ഒരു കാര്യം, സഞ്ചരിക്കുന്ന ജപമാല. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ദിവസം 40 പ്രാവശ്യമൊക്കെ ജപമാല പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അത് ഉപസാരത്തിൻ്റെ സമയത്താണേലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണേലും ജപമാല പ്രാർത്ഥന അത് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഉണ്ടായ നേട്ടം എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് പഞ്ചശതധാരി, മറ്റുള്ളവരുടെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് രഹസ്യഭാവങ്ങൾ പോലും അത് മനസ്സിലാക്കാനുള്ള കൃപ, അങ്ങനെ ഒരുപാട് ആത്മീയ നന്മകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്താ കാരണം? നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം. വിശുദ്ധ യൗപ്രസ്യാമ, അവരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മ. അവർക്ക് മാത്രമല്ല, ദൈവമക്കളായി നമ്മളിൽ ആർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പദവി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന ആ ഒരു പദവിയാണ്. അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന സക്രാരി, ഇതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ്. അദ്ദേഹം കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത കുർബാന സ്വീകരണം വരെ അതിനു മുമ്പ് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ വായിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, അലിയാതെ. അതുകൊണ്ടാണ്
സഞ്ചരിക്കുന്ന സക്രാരി എന്ന് പറഞ്ഞ് മറ്റു ബിഷപ്പ്മാർ പോലും ഈ ബിഷപ്പിന് മുമ്പിൽ മുട്ടുകുത്തുമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഇവരൊക്കെ ആ ചുറ്റിക എടുത്ത് ഉപയോഗിച്ചവർ. പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തിയുമാകുന്ന ചുറ്റിക. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതത്തെ നേരെയാക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആത്മീയ നന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ അവർക്ക് സാധിച്ചത്. രണ്ടാമതാണ് നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നു പ്രാർത്ഥന കൈമുതലാക്കിയ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഏതാനും വചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കാ 11 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവരൊരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ വന്ന് അവനോട് ആവശ്യപ്പെട്ടത്, ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും ഒന്ന് പഠിപ്പിക്കണമേ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് 1:35 വായിച്ചാൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ 22:39 മുതൽ വായിച്ചാലോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശു. ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വന്നപ്പോൾ അതിനെ പ്രാർത്ഥന കൊണ്ട് നേരിടുന്ന യേശുവിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ മനോഭാവം. ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ മനോഭാവം. മർക്കോസ് 1:17-18 വചനങ്ങൾ വായിക്കുമ്പോൾ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന യേശു ആകെ പറഞ്ഞെന്താ? എന്നെ അനുഗമിക്കുക. അവർ എല്ലാം വിട്ട് അവനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ര നല്ലൊരു വ്യക്തിത്വം ഇല്ലെങ്കിൽ ഇത് സാധ്യമാണോ? വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ മനോഭാവം. ഫിലിപ്പിയർ 2:5 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന മനോഭാവം. ദി അതർ ഈസ് ഗ്രേറ്റർ ദാൻ മീ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനും അവരെ ആ രീതിയിൽ എടുക്കാനും സാധിക്കുന്നത് അത് വലിയൊരു അഭിഷേകമാണ്, മനസ്സ് വളർന്നതിൻ്റെ ഒരു സൂചനയാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവാശ്രയത്വമാണ്. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനം 32:10 നമ്മൾ വായിക്കുന്നതാണ്. ജെറമിയ 17:7 വായിച്ചാലോ കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. ഈ ആശ്രയത്വം കുറയുന്നത് ആരിലാണ്? അഹങ്കാരികളിൽ. നമ്മൾ ദൈവാശ്രയത്വം ഇല്ലാതിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. പ്രഭാഷകൻ 10:12 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നതും പ്രാർത്ഥന കുറയുന്നതും അഹങ്കാരത്തിൻ്റെ ഒരു സൂചനയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നട്ടല്ലായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യാക്കോബ് 5:15 വായിച്ചാൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹെബ്രായർ 12:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് ഈ സൗഖ്യം ഏറ്റെടുക്കാൻ പറ്റും. പ്രഭാഷകൻ 38:9 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ രോഗിയാകുമ്പോൾ ഉദാസീനത കാണിക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് നട്ടലായി മാറും, അവർക്ക് സമൂഹത്തിൽ നിവർന്നു നിൽക്കാനുള്ള യോഗ്യതയുണ്ടാകും. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.